ചിൽഡ്രൻ, ഇനി നമുക്ക് എക്സസൈസ് 13(1) ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 cubes each of volume 64 cm² are joined end to end. Find the surface area of the resulting cuboid. അപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ 2 ക്യൂബുകൾ എന്താണെന്ന് നമുക്കറിയാം. ക്യൂബിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഒരു സൈഡ് ഇപ്പം നമ്മൾ എ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ സൈഡും എ തന്നെയായിരിക്കും. അതാണ് ക്യൂബ്. അപ്പം അങ്ങനെയുള്ള 2 ക്യൂബ്, എല്ലാ സൈഡ്സുകളും ഈക്വൽ ആയിട്ടുള്ള 2 ക്യൂബ് എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്ത് ഇങ്ങനെ വെക്കണം. രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കണം. ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമുക്കത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ പിന്നെ അതൊരു ക്യൂബോയിഡായി മാറി, ക്യൂബല്ല. കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ അല്ല. അതായത് ഇതും ഈ നീളവും ഇത് ബ്രെഡ്ത്താണ്, ഇത് ലെങ്ത്താണ്, രണ്ടും ഈക്വൽ അല്ലാതെയായി മാറി. 2 ക്യൂബായിരുന്നപ്പോൾ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരുന്നു. രണ്ടും കൂടി ചേർത്ത് വെച്ചപ്പോൾ ആ ക്യൂബ് എന്തായി മാറി? ക്യൂബോയിഡായി മാറി. രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ. അപ്പോൾ ആ ക്യൂബോയിഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ നമുക്കിതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആദ്യം തന്ന ക്യൂബിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ റിസൾട്ടിങ് ക്യൂബോയിഡ്. രണ്ടും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വോളിയം എത്തുന്ന ആദ്യം എന്ത് ചെയ്യണം? ആ ക്യൂബിൻ്റെ ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് എളുപ്പമാണ്. ആ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ സൈഡ് കണ്ടുപിടിച്ചിട്ട് ഈ ക്യൂബോയിഡിൻ്റെ സൈഡുകളൊക്കെ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമുക്ക് എങ്ങനെ എടുക്കാം? ലെറ്റ് സൈഡ് ഓഫ് ദ ക്യൂബിൻ്റെ സൈഡ് എ എന്ന് എടുക്കാം. ലെറ്റ് ദ സൈഡ് ഓഫ് ദ ക്യൂബ് ഈക്വൽ ടു എ. നമ്മൾ സപ്പോസ് ചെയ്തു എല്ലാ സൈഡും എ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് എ ആണെന്ന്. ലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ലെറ്റ് ദ സൈഡ് ഓഫ് ദ ക്യൂബ് ഈക്വൽ ടു എ. ഒരു സൈഡ് എ ആണെന്നെടുത്തു. പിന്നെ തന്നിരിക്കുന്നത് ഇതിൽ വോളിയം ഓഫ് ദ ക്യൂബാണ്. വോളിയം ഓഫ് ഈച്ച് ക്യൂബ്, ഓരോ ക്യൂബിൻ്റെയും ഈക്വൽ ടു 64 cm². ആ ക്യൂബിൻ്റെ 2 ക്യൂബാണ് ഉള്ളത്. ഈച്ച് ക്യൂബിൻ്റെയും വോളിയം 64 cm² ആണ്. സോറി, സെൻറ്റിമീറ്റർ² ആവില്ലല്ലോ, ക്യൂബ്. ഇത് വോളിയം 64 cm³ ആണ്. ക്വസ്റ്റ്യൻ എഴുതിയിൽ തെറ്റിയത്. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് ക്യൂബിക് യൂണിറ്റേ വരുള്ളൂ. അപ്പം വോളിയം 64 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് എ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അപ്പോൾ എന്താണ് 64? എ ക്യൂബാണ് 64. നമ്മൾ പഠിച്ചതാണ് ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എ ക്യൂബാണ്. ഒരു സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എ ക്യൂബാണ്. അപ്പോൾ വോളിയം 64 ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വോളിയം കാണാനുള്ള ഫോർമുല എഴുതണം. എ ക്യൂബ് ഇസ് ഈക്വൽ ടു 64. അപ്പോൾ എ എങ്ങനെ കണ്ടുപിടിക്കുക? എ ക്യൂബ് ഇസ് ഈക്വൽ ടു 64 ആണെങ്കിൽ എ കണ്ടുപിടിക്കാൻ നമ്മൾ ക്യൂബ് റൂട്ട് കാണാനൊക്കെ 8ൽ പഠിച്ചിട്ടുണ്ട്. ക്യൂബ് റൂട്ട് ഓഫ് 64. അതല്ലെങ്കിൽ 64 എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യൂബാന്ന് കണ്ടുപിടിച്ചാലും മതി. 4ൻ്റെ ക്യൂബാണ് 64. അപ്പോൾ എ ക്യൂബ് ഇസ് ഈക്വൽ ടു 4 ക്യൂബ്. അങ്ങനെ ചെയ്താലും മതി. പക്ഷേ നമുക്ക് ഇങ്ങനെ ക്യൂബ് റൂട്ട് കാണാൻ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ് നമ്മൾ അന്ന് പഠിച്ചിട്ടുള്ളത്. അതുപോലെ ചെയ്ത് നോക്കാം. എ ഇസ് ഈക്വൽ ടു ക്യൂബ്. അപ്പോൾ എ ക്യൂബ് ഇസ് ഈക്വൽ ടു 64. അപ്പോൾ എ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 64 എങ്ങനെയാണ് കാണുക? 64നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. 64 200 ഡിവൈഡ് ബൈ 3. 4ൽ 2 ടൈംസ്. വീണ്ടും 200 ഡിവൈഡ് ചെയ്യാം. 3ൽ 2 1 ടൈം. അപ്പോൾ 1 ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അത് 12 ആയി മാറും. 12ൽ 6 ടൈംസ്. വീണ്ടും 200 ഡിവൈഡ് ചെയ്യുമ്പോൾ 16ൻ്റെ പകുതി 8. വീണ്ടും 200 ഡിവൈഡ് ചെയ്യുമ്പോൾ 4. വീണ്ടും 200 ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അപ്പോൾ നമുക്ക് 64നെ എങ്ങനെ എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 64ന് എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 2s ഉണ്ട്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 6 2s ഈക്വൽ ടു. ഈ ക്യൂബ് റൂട്ട് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 3 എണ്ണം വീതമുള്ള ഗ്രൂപ്പാക്കും. ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്. 2ൻ്റെ 3 എണ്ണം വീതമുള്ള ഒരു ഗ്രൂപ്പ്. പിന്നെ അടുത്തതും 2 തന്നെയാണ് നമ്പർ. 2ൻ്റെ വീണ്ടും ഒരു ഗ്രൂപ്പ്. അപ്പോൾ ക്യൂബ് റൂട്ട് സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നമ്മൾ 2 എണ്ണത്തിൽ ഒരെണ്ണമാണ് ഔട്ട് സൈഡ് എടുക്കുക. ക്യൂബ് റൂട്ട് ആകുമ്പോൾ 3 ഒരു ഗ്രൂപ്പ് 3 എണ്ണം ഉണ്ടാവും. 3 എണ്ണത്തിൽ ഒരെണ്ണം ഔട്ട് സൈഡ് എടുക്കും. അപ്പം 3 2ൽ ഒരു 2 എടുത്തു.
ഇൻറ്റു ഈ 2 ഒരു 2 എടുത്തു. അങ്ങനെയാണ് ക്യൂബ് റൂട്ട് കാണാൻ. ഞാൻ ഒരെണ്ണം എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, ക്യൂബ് റൂട്ട് മറന്നു പോയിരിക്കണവർക്ക്. അപ്പം ഈ ഇതിലത്തെ ഒരു 2 എടുത്തു, ഇതിലത്തെ ഒരു 2 എടുത്തു. അപ്പം ക്യൂബ് റൂട്ട് മാറി. അപ്പം 2 × 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം എ എത്ര കിട്ടിയേ? 4 സെൻറ്റിമീറ്റർ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡ്, നമ്മളുടെ ആ ക്യൂബിൻ്റെ ഒരു സൈഡ് എ ആണ്. അപ്പം നമുക്ക് ഒരു സൈഡ് എ എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ക്യൂബോയിഡാണ്. ഇവിടെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഈ ക്യൂബ്, ഈ ഒരു ക്യൂബിൻ്റെ ഈ സൈഡ് എ, ഇത് വേറെ മറ്റേ ക്യൂബാ. ആ ക്യൂബിൻ്റെ ഈ ക്യൂബിൻ്റെ ഈ സൈഡും എ, ഇതും എ, ഈ സൈഡും എ, ഈ സൈഡും എ, എല്ലാ സൈഡും എ അല്ലേ വരിക. അപ്പം നമുക്ക് നോക്കാം. ഈ ക്യൂബിൻ്റെ ഇതൊരു ക്യൂബ്, അതിൻ്റെ എല്ലാ സൈഡും, ഇവിടെയുള്ള എല്ലാ സൈഡും എ, ഈ ക്യൂബിൻ്റെയും എല്ലാ സൈഡും എ. ഈ 2 ക്യൂബുകളും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്യൂബോയിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ഇത് ഒന്നിച്ചാണ്. ആ ക്യൂബോയിഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത്, പിന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇത്, ഹൈറ്റ് എന്ന് പറയുന്നത് മറ്റേ സൈഡ് ഈ, അതായത് ഈ മുകളിലുള്ള പറയാം. ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്. ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്. അപ്പം എന്താ വരിക? ലെങ്ത്ത് എത്ര വരിക? ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെങ്ത്ത് എത്ര? ഇതും എ ആണ്, ഇതും എ ആണ്. അപ്പം ലെങ്ത്ത് എത്ര വരിക? 2a, a + a, 2a. ബ്രെഡ്ത്ത് എത്ര വരിക? ബ്രെഡ്ത്ത് എ എന്നേ വരുള്ളൂ. ബ്രെഡ്ത്ത് ഇത് ഈ ക്യൂബിൻ്റെ തന്നെയല്ലേ എ. ഹൈറ്റ് എത്ര വരിക? അതും എ. അപ്പം നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചപ്പോൾ ക്യൂബോയിഡിൻ്റെ L 2a ആണ്, B a ആണ്, എച്ചും എ ആണ്. അപ്പം എല്ലും ബിയും എച്ചും കിട്ടിയാൽ നമുക്ക് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ക്യൂബോയിഡ്. ലെങ്ത് ഓഫ് ക്യൂബോയിഡിനെ നമ്മൾ എൽ എന്ന് എഴുതാം. എൽ എന്ന് പറയുന്നത് എത്രയാണ്? എയും എയും. ഇവിടെ നമ്മൾ ലെറ്റ് സൈഡ് ഓഫ് ദ ക്യൂബ് എ എന്നല്ലേ പറഞ്ഞത്. അപ്പം ക്യൂബോയിഡിൻ്റെ ലെങ്ത് 2a. പിന്നെ ബ്രെഡ്ത്ത് B = ബ്രെഡ്ത്ത് എത്രയാണ്? എ. പിന്നെ ഹൈറ്റ് H = ഹൈറ്റും എ ആണ്. എ സെൻറ്റിമീറ്റർ, ഇതും സെൻറ്റിമീറ്റർ, ഇത് 2a സെൻറ്റിമീറ്റർ. അപ്പം ലെങ്ത്ത് 2a. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ വാല്യൂ കൊടുത്ത് ഇവിടെ തന്നെ കൊടുക്കാം. എ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്ര കണ്ടുപിടിച്ചു? നമ്മളുടെ ക്യൂബിൻ്റെ ഒരു സൈഡ് എ ആണ്. ആ എ എന്ന് പറയുന്നത് 4 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പം 2a എന്ന് പറയുന്നത് എത്രയാ? 2 × 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. അപ്പം ലെങ്ത്ത് 8 സെൻറ്റിമീറ്ററാണ്. ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് എ ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ. ഹൈറ്റും എ ആണ്. അപ്പോൾ അതും 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളുടെ ക്യൂബോയിഡിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ therefore സർഫസ് ഏരിയ ഈക്വൽ ടു ക്യൂബോയിഡ്. സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് ഈക്വൽ ടു നമുക്ക് ഫോർമുല എഴുതാം. 2 × LB + BH + HL. ഇതാണ് ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല. 2 × LB + BH + HL. ഇതാണ് സർഫസ് ഏരിയയുടെ ഫോർമുല. അപ്പോൾ 2 × നമുക്ക് ഇതിലത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലിൻ്റെ വാല്യൂ എത്ര? 8 × ബിയുടെ വാല്യൂ 4 പ്ലസ് BH. B എന്ന് പറഞ്ഞാൽ 4, H എന്ന് പറഞ്ഞാലും 4. അപ്പോൾ 4 × 4 പ്ലസ് H എന്ന് പറഞ്ഞാൽ എത്രയാ? 4. L എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 4 × 8. ഇനി ഈക്വൽ ടു 2 × 8 × 4 എന്ന് പറഞ്ഞാൽ 32 പ്ലസ് 16 പ്ലസ് 8 × 4 32. അപ്പോൾ 2 × ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 32 കൂടി ആകുമ്പോൾ 64 ആവും. 64 70 80 ആണ്. 80 ആണ് കിട്ടുക. 32 16ഉം 32 കൂടി ആഡ് ചെയ്യുമ്പോൾ 80 എന്ന് കിട്ടും. അപ്പോൾ 2 × 80 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 1. 2 × 8 എന്ന് പറഞ്ഞാൽ 16 ആണ്, ഒരു 0. 160. ഇത് സർഫസ് ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് ആ ക്യൂബോയിഡിൻ്റെ എന്ത് കിട്ടി? സർഫസ് ഏരിയ 160 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടി. അപ്പം നമുക്ക് ചെയ്തത് മനസ്സിലായല്ലോ. വോളിയാണ് തന്നിട്ടുള്ളത്. നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് എന്താണ് കാണുക, സോളിഡ്സ് ആണ് ഈ വർഷം ചെയ്യണത്. അപ്പം 2 ക്യൂബുകൾ ചേർത്ത് വെച്ചു, ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കി. ആ ക്യൂബിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ക്യൂബിൻ്റെ ഒരു സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു.
പിന്നെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോഴുള്ള ആ ക്യൂബോയിഡിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും അതിൽ നിന്ന് കണ്ടെത്തി. എന്നിട്ട് നമ്മൾ ആ ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചെയ്തിരിക്കുന്നത് നോക്ക്. എ വെസൽ ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹോളോ ഹെമിസ്ഫിയർ മൗണ്ടഡ് ബൈ എ ഹോളോ സിലിണ്ടർ. ഒരു വെസലാണത്. ഈ വെസലിന്റെ അടിയിൽ ഒരു ഹോളോ ഹെമിസ്ഫിയർ, ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്ഫിയറിന്റെ ഹാഫ്. ഈ ഹോളോ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പൊള്ളയായ ഭാഗം. ഈ ഹെമിസ്ഫിയറിന്റെ മുകളിൽ ഒരു ഹോളോ ആയിട്ടുള്ള സിലിണ്ടർ ആണ് ഇരിക്കുന്നത്. അതിന്റെ രണ്ടിന്റെയും കൂടി കോമ്പിനേഷനാണ് എന്ത്, ഈ വെസൽ. ഇത് ഹെമിസ്ഫിയറും ഇത് സിലിണ്ടറും, അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വെസലാണ്. രണ്ടും ഹോളോ ആണ്. ദ ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് 40 സെന്റിമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളല്ലേ ഡയമീറ്റർ എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിന്റെ. അപ്പൊ ഇത് 14 സെന്റിമീറ്റർ ഈ ലെങ്ത്, അതിന്റെ ഡയമീറ്റർ. അപ്പൊ ഇത് ഓരോന്ന് എത്ര ഉണ്ടാവും, റേഡിയസ് എത്ര ഉണ്ടാവും, ഇവിടെ നിന്ന് ഇത് 7 ഉണ്ടാവും, ഇതും 7 ഉണ്ടാവും. റേഡിയസ് 7 ആയിരിക്കും. ഇതിന്റെ ഡയമീറ്റർ ആണ് 40 സെന്റിമീറ്റർ. ആൻഡ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ വെസൽ ഈസ് 13 സെന്റിമീറ്റർ. ഈ വെസലിന്റെ ഈ ഹെമിസ്ഫിയറും ഈ സിലിണ്ടറും കൂടി ചേർന്ന ഈ വെസലിന്റെ ഹൈറ്റ് 13 സെന്റിമീറ്റർ. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ് 13 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഇന്നർ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ. ഈ വെസലിന്റെ ഉൾഭാഗം ഹോളോ ആണെന്ന് പറഞ്ഞിട്ടില്ലേ, പൊള്ളയായ ഭാഗം, ആ ഉള്ളിലത്തെ ഇന്നർ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാം, അതായത് നമുക്കിതിൽ ഇതിന്റെ ടോട്ടൽ സർഫസ്, നേരത്തെ നമ്മളുടെ ഇതില് 2 ക്യൂബും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ക്യൂബോയിഡ് ഉണ്ടാക്കുക ചെയ്തത്. അപ്പൊ നമ്മൾക്ക് അതിന്റെ ക്യൂബോയിഡിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ കിട്ടിയാൽ ആ ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല അറിയാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു രൂപത്തിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഒരു ഫോർമുലയൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ സിലിണ്ടറിന്റെ ഇന്നർ സർഫസ് ഏരിയയും ഈ ഹെമിസ്ഫിയറിന്റെ ഇന്നർ സർഫസ് ഏരിയയും കണ്ടിട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഉൾഭാഗത്ത് പൊള്ളയായിട്ടിരിക്കുന്ന ഹോളോ ആണ്, ആ ഉൾഭാഗത്തുള്ള സർഫസ് ഏരിയയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ TSA ആണോ CSA ആണോ കാണാം. TSA എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ, CSA എന്ന് പറഞ്ഞാൽ കേർവ്ഡ് സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് പ്ലേസിന്റെയും ബോട്ടം പ്ലേസിന്റെയും ഉൾപ്പെടെയാണ് ടോട്ടൽ സർഫസ് ഏരിയ. അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഉൾഭാഗത്തെ സർഫസ് ഏരിയയിലെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കേർവ്ഡ് ആയിട്ടുള്ള ഭാഗത്തുള്ള സർഫസ് ഏരിയയാണ് ഈ സിലിണ്ടറിന്റെ കണ്ടത്. അതുപോലെ ഈ ഹെമിസ്ഫിയറിന്റെ ആയാലും ഈ ടോപ്പിലുള്ള സ്പേസിന്റെ സർഫസ് ഏരിയ വേണ്ട നമുക്ക്. ഈ ഉൾഭാഗത്തുള്ള ഈ കേർവ്ഡ് സർഫസ് ഏരിയയാണ് വേണ്ടത്. അപ്പൊ ഈ ഹോളോ വെസലിന്റെ സർഫസ് ഏരിയ കാണാൻ പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ CSA കേർവ്ഡ് സർഫസ് ഏരിയയും കാണണം, ഈ ഹെമിസ്ഫിയറിന്റെ CSA രണ്ടിന്റെയും കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടിട്ട് ആഡ് ചെയ്താൽ ഈ വെസലിന്റെ ഉൾഭാഗത്തുള്ള കേർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടും. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്കത് ഒന്നാമത് സിലിണ്ടറിന്റെ ആദ്യം കാണാം. ഫോർ സിലിണ്ടർ, സിലിണ്ടറിന്റെ CSA കാണണമെങ്കിൽ സിലിണ്ടറിന്റെ CSA എന്ന് പറഞ്ഞാൽ എന്താ, 2πRH ആണ്. 2πRH ആണ് CSA. എന്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πRH. അപ്പൊ ആറും വേണം Hഉം വേണം. 2πയും നമുക്കറിയാം, ആറും വേണം Hഉം വേണം. അപ്പൊ നോക്കിയേ, ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 7, ഇത് ടോട്ടൽ 14 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹെമിസ്ഫിയറിന്റെ എന്താണ് റേഡിയസ് 7 ആണ്. അപ്പൊ ഈ സിലിണ്ടറിന്റെയും റേഡിയസ് 7 തന്നെയായിരിക്കും. ഇത് സെയിം ആയിട്ട് ചേർത്ത് വെച്ചിരിക്കല്ലേ. അപ്പൊ ഈ സിലിണ്ടറിന്റെ റേഡിയസ് 7 ആണെന്ന് കിട്ടി. ഇനി ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് കിട്ടണം, H കിട്ടണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. H എങ്ങനെയാ കിട്ടുക? നമ്മളോട് പറഞ്ഞു ഈ ടോട്ടൽ വെസലിന്റെ ഹൈറ്റ് 13 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് എത്രയാവുക? അതായത് ഇതൊരു ഹെമിസ്ഫിയർ ആണ്, ഇതിന്റെ റേഡിയസ് 7 ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും 7 ആണ്, ഈ സെന്ററിൽ നിന്ന് ഈ അടിയിലേക്കും 7 ആണ്. അതായത് ഈ നീളവും 7 ആണ്. ഇതിന്റെ ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളവും റേഡിയസ് തന്നെയാണ്. അപ്പൊ അതും 7 ആണ്. അപ്പൊ ഈ 13 7 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 13 7 മൈനസ് ചെയ്താൽ 6 കിട്ടുക. അപ്പൊ ഈ സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് 6 കിട്ടുക. അപ്പൊ ഇത് ടോട്ടൽ 13 എന്ന് പറഞ്ഞതുകൊണ്ട് ആ 13 നിന്ന് ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 7 ആണ്, അത് മൈനസ് ചെയ്തപ്പോ ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് H എന്ന് പറയുന്നത് നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അത് എഴുതാം. ഫോർ സിലിണ്ടർ റേഡിയസ് ഈക്വൽ ടു R ഈക്വൽ ടു എന്ന് എഴുതിയാൽ മതി. R ഈക്വൽ ടു എത്രയാണ്? 7 സെന്റിമീറ്റർ. പിന്നെ H ഈക്വൽ ടു എത്രയാ? 6 സെന്റിമീറ്റർ.
അതെങ്ങനെ കിട്ടിയെന്ന് വേണമെങ്കിൽ എഴുതാം. 13 മൈനസ് 7 ഈക്വൽ ടു 6. അങ്ങനെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. 13 മൈനസ് 6, 13 മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അങ്ങനെയാണ് 6 കിട്ടി. 6 കാരണം. അപ്പൊ ആറും കിട്ടി, എച്ചും കിട്ടി. ഇനി നമുക്ക് കർവ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ. കർവ്ഡ് ഏരിയ ഈക്വൽ ടു 2 പൈ ആർ എച്ച്. അതാണ് ഫോർമുല സിലിണ്ടറിന്റെ. 2 ഇൻറ്റു പൈയുടെ വാല്യൂ നമ്മൾ 22/7 ഇൻറ്റു ആർ എത്രയാ 7 ഇൻറ്റു എച്ച് എത്രയാ 6. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ 7ഉം ഈ 7ഉം കട്ട് ചെയ്തു. 2 ഇൻറ്റു 22 എന്ന് പറഞ്ഞാൽ 44 ഇൻറ്റു 6 എന്ന് വരും. 44 ഇൻറ്റു 6 എത്രയാ 44 ഇൻറ്റു 6 4. അപ്പൊ എത്ര കിട്ടുക 264 സെന്റിമീറ്റർ സ്ക്വയർ. എന്ത് കിട്ടി? ഈ സിലിണ്ടറിന്റെ CSA 264 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഹെമിസ്ഫിയറിന്റെ CSA കാണണം. അപ്പൊ ആർ എസ് ഈക്വൽ ടു ഹെമിസ്ഫിയറിന്റെ ആർ എത്രയാ നമുക്ക് 7 സെന്റിമീറ്റർ തന്നെ. പിന്നെ നമുക്ക് CSA കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു 2 പൈ ആർ സ്ക്വയർ. നമ്മുടെ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 3 പൈ ആർ സ്ക്വയറും കർവ്ഡ് സർഫസ് ഏരിയ 2 പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് മുകൾ ഭാഗം വേണ്ട, മുകൾ ഭാഗം ഹോളോ അല്ലേ, തുറന്നിരിക്കുന്നതാണ്. സിലിണ്ടറിന്റെയും മുകൾ ഭാഗവും അടിഭാഗവും ഹോളോ ആണ്. അപ്പൊ ആ രണ്ട് ഭാഗവും വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ CSA കണ്ടുപിടിച്ചത്. ഈക്വൽ ടു 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറിന്റെ വാല്യൂ 7 ആണ്. അപ്പൊ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 7, 2 പ്രാവശ്യം 7 എഴുതണം. രണ്ടും കട്ട് ചെയ്ത് പോയി. അപ്പൊ 22 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 44 ഇൻറ്റു 7 എത്ര കിട്ടുക 44 ഇൻറ്റു 7 28 പ്ലസ് 2 30 308 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഹെമിസ്ഫിയറിന്റെ CSA ഇതും കിട്ടി, സിലിണ്ടറിന്റെ CSA ഇതും കിട്ടി. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ, അപ്പൊ ഏതിന്റെ വെസലിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ടോട്ടൽ വെസൽ ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയ എത്ര കിട്ടും? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 264 പ്ലസ് 308 ഈസ് ഈക്വൽ ടു 264ഉം 308ഉം കൂടി ആഡ് ചെയ്താൽ 264 308 275 572 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഹോളോ ആയിട്ടുള്ള വെസലിന്റെ CSA എന്ന് പറയുന്നത് 572 സെന്റിമീറ്റർ സ്ക്വയർ. ഹോളോ ആണ്, ഇന്നർ ഉള്ളിലുള്ളതാണ് ചോദിച്ചത്. ഫൈൻഡ് ദ ഇന്നർ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് വെസൽ എത്ര കിട്ടിയേ 572 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ അതിന്റെ രണ്ടിന്റെയും കൂടി CSA കണ്ടിട്ട് സം ചെയ്തപ്പോൾ ആ വെസലിന്റെ CSA കിട്ടി. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.